പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പേര് അജിരാജ്. കെമിസ്ട്രിയാണ് എടുക്കുന്നത്. ഇന്ന് നമുക്ക് സെക്കൻഡ് ഇയറിലെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ പാഠം എടുക്കാം. പാഠത്തിൻ്റെ പേര് സോളിഡ് സ്റ്റേറ്റ് എന്നാണ്. നമുക്കറിയാം സെക്കൻഡ് ഇയർ കെമിസ്ട്രിയിൽ 16 പാഠങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ പാഠമാണ് സോളിഡ് സ്റ്റേറ്റ്. നമ്മുടെ ആദ്യത്തെ ഒരു 4 പാഠത്തിൻ്റെ പ്രത്യേകത അത് കുറച്ച് ഫിസിക്കൽ കെമിസ്ട്രിയാണ്. അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരുന്ന ടൈപ്പാണ്. അപ്പോൾ ആ കൂട്ടത്തിലുള്ളൊരു പാഠം കൂടെയാണ് സോളിഡ് സ്റ്റേറ്റ്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന പാഠത്തിൽ മാറ്ററിന് പ്രധാനമായിട്ടും 3 രൂപങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇങ്ങനെ പ്രധാനമായിട്ടും 3 രൂപങ്ങളാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമ്മൾ പറഞ്ഞത്. ആ പറഞ്ഞതിൽ 2 എണ്ണം ലിക്വിഡും ഗ്യാസും നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ ഒരുവിധം തിരക്കേടില്ലാത്ത വിധം പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ നമ്മൾ ഡിസ്കസ് ചെയ്യാതിരുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് സോളിഡാണ്. ആ സോളിഡ് എന്ന് പറയുന്ന പോർഷൻ വളരെ വിശദമായിട്ട് ഈ പാഠത്തിൽ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും സോളിഡ് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇയറിൽ പറഞ്ഞതാണെങ്കിൽ കൂടി എന്താണ് സോളിഡിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും വളരെ പെട്ടെന്ന് സോളിഡിൻ്റെ പ്രത്യേകതകൾ ഒന്ന് വളരെ ചുരുക്കി നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് സോളിഡിൻ്റെ പ്രത്യേകതകൾ? ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് കാണും. ഷേപ്പ് ഡെഫിനിറ്റ് ആയിരിക്കും. പിന്നീട് വോളിയം ഡെഫിനിറ്റ് ആയിരിക്കും. കൃത്യമായ വോളിയം കാണും. അപ്പോൾ വോളിയവും ഷേപ്പും ഡെഫിനിറ്റ് ആയിരിക്കും. ഓൾമോസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് സൈസും ഡെഫിനിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം സോളിഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സോളിഡിൻ്റെ പ്രത്യേകതയാണ് ഷേപ്പും വോളിയവും സൈസും ഒക്കെ ഡെഫിനിറ്റ് ആയിരിക്കും. ആൻഡ് ഇൻ്റർമോളിക്കുലാർ സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോളിഡിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് സോളിഡിൻ്റെ ഇൻ്റർമോളിക്കുലാർ സ്പേസ് വളരെ കുറവായിരിക്കും. എന്തുകൊണ്ട് ഇൻ്റർമോളിക്കുലാർ സ്പേസ് വളരെ കുറവായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. അപ്പം ഈ 2 പോയിന്റ് നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ പറയാം. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർമോളിക്കുലാർ സ്പേസ് എന്ന് പറയുന്നത് തീരെ കുറവായിരിക്കും. സ്വാഭാവികമായിട്ട് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസിൻ്റെ മൂവിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് തീരെ ഇല്ല, ലോ എന്ന് പറയാം. അല്ലെങ്കിൽ മൂവിങ് കപ്പാസിറ്റി നമുക്ക് വേണമെങ്കിൽ നിൽ എന്ന് പറയാം. മൂവിങ് കപ്പാസിറ്റി പാർട്ടിക്കിൾസിന് കാണത്തില്ല. പിന്നെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൂവിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ മീൻ പൊസിഷനിൽ വേണമെങ്കിൽ ഓസിലേഷൻ നടത്താം. മീൻ പൊസിഷനിൽ നിന്നുകൊണ്ട് ഒരു ഓസിലേഷൻ മാത്രമാണ് സാധ്യമായത്. അപ്പോൾ ഒന്നുകൂടെ നോക്കണം. മൂവിങ് കപ്പാസിറ്റി ഇല്ല, എന്നാൽ മീൻ പൊസിഷനിൽ ഓസിലേഷൻ വേണമെങ്കിൽ നടക്കാം. അപ്പോൾ അത് പാർട്ടിക്കിൾസിൻ്റെ മൂവിങ് കപ്പാസിറ്റി ആയിട്ട് അതിനെ കണക്കൂട്ടാനും കഴിയത്തില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് സോളിഡാണ് നമുക്ക് പഠിക്കേണ്ട പോർഷൻ. സോളിഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് നോക്കി സോളിഡിന് ഇത്രയും പ്രത്യേകതകളായിട്ടൊന്ന് ഓർമ്മിക്കണം. ഡെഫിനറ്റ് ഷേപ്പ് കാണും, വോളിയം കാണും, കൃത്യമായ സൈസ് കാണും. ഇൻ്റർമോളിക്കുലാർ സ്പേസ് തീരെ കുറവായിരിക്കും. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. മൂവിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസിന് കാണത്തില്ല. എന്നാൽ മീൻ പൊസിഷനിൽ വേണമെങ്കിൽ അതിന് ഓസിലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് യഥാർത്ഥത്തിൽ സോളിഡ് എന്ന് പറയുന്ന പോർഷനെ കുറിച്ച് നമുക്കൊരു ഇൻട്രഡക്ഷനായി അറിയേണ്ടത്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പറഞ്ഞതാണ്. സെക്കൻഡ് ഇയറിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ സോളിഡിനകത്ത് പ്രധാനമായിട്ടും സോളിഡിനെ 2ആയി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ക്രിസ്റ്റലൈൻ സോളിഡ്, 2 അമോർഫസ് സോളിഡ്. നമ്മൾ പറഞ്ഞ സോളിഡിനെ വീണ്ടും പ്രധാനമായിട്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് അമോർഫസ് സോളിഡ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പാഠത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നീട് ഈ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട കോർ പോർഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രിസ്റ്റലൈൻ സോളിഡിനെ പറ്റിയായിരിക്കും. അപ്പം അമോർഫസ് സോളിഡ്, ക്രിസ്റ്റലൈൻ സോളിഡിനെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നോക്കുക, ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് അമോർഫസ് സോളിഡ്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും തമ്മിലുള്ള ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാറുണ്ട്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് അമോർഫസ് സോളിഡ്? നമ്മൾ ഒരു മിഡ് ടൈം എക്സാമിനേഷൻ, ഓണം ക്രിസ്മസ് എക്സാമിനേഷനൊക്കെ നോക്കിയ സ്ഥിരം ക്വസ്റ്റ്യനാണ്. ഫൈനൽ പരീക്ഷയ്ക്ക് ഇടവിട്ടൊക്കെ നിരന്തരം ചോദിക്കാറില്ലെങ്കിൽ പോലും ഇടപെട്ട് ചോദിക്കുന്ന പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്.
വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്. അപ്പോൾ എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു റെഗുലർ ജോമെട്രി കാണും. റെഗുലറായിട്ടുള്ള ജോമെട്രിയുള്ള ഖരരൂപങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രിസ്റ്റലൈൻ സോളിഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമോർഫസ് സോളിഡിൻ്റെ പ്രത്യേകത, അമോർഫസ് സോളിഡിന് അങ്ങനെ റെഗുലറായിട്ടുള്ള ഒരു ജോമെട്രി കാണില്ല, ഒരു ഇറഗുലർ ജോമെട്രി ആയിരിക്കും ഉള്ളത്. അപ്പം ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും വ്യത്യാസം. ഒന്നാമത്തെ പോയിന്റ് റെഗുലർ ജോമെട്രി ഉണ്ടായിരിക്കും, അമോർഫസ് സോളിന് റെഗുലർ ജോമെട്രി ഇല്ല. ഇനി ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഷാർപ്പായിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് കാണും. വളരെ ക്ലിയർ ആണ് എന്താണ് ഷാർപ്പായിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത് മെൽറ്റ് ചെയ്തിരിക്കും. ഒരു വൈഡ് റേഞ്ച് പറയണമെന്നില്ല. അപ്പം ഉരുകുന്ന ടെമ്പറേച്ചർ 90 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഉരുകും. പക്ഷേ അമോർഫസിൽ വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഷാർപ്പായിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് കാണില്ല. അപ്പോൾ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് കാണില്ല മീൻസ് ഒരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ എവിടെ വെച്ച് വേണമെങ്കിലും എന്ത് ചെയ്യപ്പെടാം? മെൽറ്റ് ചെയ്യപ്പെടാം. രണ്ടാമത്തെ പോയിന്റ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ക്രിസ്റ്റലൈന് കാണും, അമോർഫസിൽ അങ്ങനെ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് പറയാൻ കഴിയില്ല. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. കൃത്യമായിട്ടുള്ള ഒരു ഹീറ്റ് ഓഫ് ഫ്യൂഷൻ കാണും. ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ നമുക്ക് അമോർഫസ് സോളിഡിൻ്റെയും ആ പോയിന്റ് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇല്ല എന്ന് ഓർമ്മിച്ചിരുന്നാൽ മതി. ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടെന്നും ഡെഫിനറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇല്ല, കൃത്യമായിട്ടുള്ളൊരു ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇല്ല എന്ന് ഓർമ്മിച്ചിരുന്നാൽ മതി. അടുത്തത് നാലാമത്തെ പോയിന്റ്, ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ നാലാമത്തെ പോയിന്റ്, കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടിങ്ങിൻ്റെ സമയത്ത് ഷാർപ്പായിട്ടുള്ള എഡ്ജ് ഉണ്ടാകും. പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണം, ഒരു ഗ്ലാസ് പൊട്ടിയാൽ അതിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ കൈ മുറിയുന്ന ടൈപ്പ് എഡ്ജ് ഉണ്ടാവും. അപ്പോൾ അമോർഫസ് സോളിഡിൽ നമ്മൾ എവിടെയും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അമോർഫസ് സോളിഡിനും അങ്ങനെ ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജ് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുകയില്ല. അപ്പം കട്ട് ചെയ്യുന്ന സമയത്ത് ഷാർപ്പ് എഡ്ജ് ഉണ്ടാകും. അങ്ങനെ ഒരു കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എഡ്ജിന് ഷാർപ്പ്നെസ് അത്രത്തോളം കാണുകയില്ല. അപ്പോൾ നാലാമത്തെ പോയിന്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ഷാർപ്പ് എഡ്ജ്. ദെൻ ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ അഞ്ചാമത്തെ പോയിന്റ്, ഇതൊരു ട്രൂ സോളിഡാണ്. ട്രൂ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ. ഒരു ട്രൂ സോളിഡാണ്. ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന പോയിന്റ്, ഇതൊരു സീഡോ സോളിഡാണ്. അമോർഫസിൻ്റെ ഇവിടുത്തെ പോയിന്റ് ഒരു സീഡോ സോളിഡാണ്. ഇത് അനൈസോട്രോപ്പിക് ആയിരിക്കും. ഇവിടെയാണെങ്കിൽ ഐസോട്രോപ്പിക് ആയിരിക്കും. ഫിസിക്സ് ആണ്. ഐസോട്രോപ്പിക്കും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് അനൈസോട്രോപ്പിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ഡയറക്ഷനിൽ ഡിഫറൻറ്റ് പ്രോപ്പർട്ടി കാണിക്കാൻ പറ്റും. അതായത് ഈ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ഈ ഒരു ഡയറക്ഷനിലെ പ്രോപ്പർട്ടിയും സെയിം ആവത്തില്ല. എല്ലാ ഡയറക്ഷനിലും ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി കാണിക്കാൻ പറ്റും. ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല. പല ഡയറക്ഷനിലും ചിലപ്പോൾ എന്ത് വരാം? പ്രോപ്പർട്ടി റിപ്പീറ്റ് ചെയ്യപ്പെടാം, സെയിം ആയി വരാം. അപ്പോൾ അനൈസോട്രോപ്പിക്കാണ് ക്രിസ്റ്റലൈൻ. ഇവിടെയാണെങ്കിൽ ഐസോട്രോപ്പിക്കാണ്. അടുത്ത പോയിന്റ്, ക്രിസ്റ്റലൈൻ സോളിഡിന് ഒരു ലോങ് റേഞ്ച് ഓർഡർ ഓഫ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഇവിടെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന പോയിന്റ് ഷോർട്ട് റേഞ്ച് ഓർഡർ ഓഫ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. അപ്പം ലോങ് റേഞ്ച് എന്ന് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള ആവശ്യമില്ല. ലോങ് റേഞ്ച് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. ആ അറേഞ്ച്മെൻറ്റ് മനസ്സിലാക്കി എടുക്കുന്നതിന് ആ അറേഞ്ച്മെൻറ്റിന് കുറച്ചധികം ദൂരം നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല. ഒരു കുറച്ച് നേരത്തേക്ക് മാത്രമുള്ളൊരു അറേഞ്ച്മെൻറ്റ്, ആ അറേഞ്ച്മെൻറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട്, ഉദാഹരണമായിട്ട് ഇപ്പോൾ എ ബി ഇതൊരു ഷോർട്ട് റേഞ്ച് അറേഞ്ച്മെൻ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം എന്താ? എ കഴിഞ്ഞാൽ ബി. അപ്പം ഇത്രയും പോർഷൻ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായി ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എ കഴിഞ്ഞാൽ ബി ആണ്. ഈ അറേഞ്ച്മെൻറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഒരു ലോങ് റേഞ്ച് അറേഞ്ച്മെൻ്റ് ആണെങ്കിലോ, ഇപ്പോൾ ഉദാഹരണമായിട്ട് എ കഴിഞ്ഞ് ബി കഴിഞ്ഞ് 2A അത് കഴിഞ്ഞ് ബി, 3A അത് കഴിഞ്ഞ് ബി, ദെൻ എ കഴിഞ്ഞ് ബി, 2A കഴിഞ്ഞ് ബി ആൻഡ് സോ ഓൺ. ഇങ്ങനെ പോവുകയാണെങ്കിൽ നോക്കണം, ഒന്നാമത്തതോ രണ്ടാമത്തതോ മൂന്നാമത്തതോ അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ കുറേ
പാർട്ടിക്കിൾസിനെ കുറേ ലെറ്റേഴ്സിനെ എടുത്ത് നോക്കിയാൽ പോലും നമുക്ക് ഇതിൻ്റെ റേഞ്ച് മനസ്സിലാവില്ല. ഏകദേശം ഇത്രയും എത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിങ് പാറ്റേൺ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതൊരു ലോങ് റേഞ്ച് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ക്രിസ്റ്റലൈൻ സോളിഡിനകത്തുള്ള അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് റേഞ്ച് ഓർഡർ ആയിരിക്കും കാണിക്കുന്നത്. അമോർഫസ് സോളിഡിനകത്ത് അതൊരു ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിരിക്കും കാണിക്കുന്നത്. നമ്മൾ ഒരു 6-7 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കറിയാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ഉയർന്ന മാർക്ക് പോലും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാ പോയിന്റുകളും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. പരീക്ഷ ഓറിയൻറ്റഡായിട്ട് പഠിക്കുമ്പോൾ ഒരു മിനിമം 4 പോയിന്റെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് എഴുതാൻ കഴിയണം. 4 പോയിന്റ് എഴുതാൻ കഴിഞ്ഞാൽ 4 മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് അമോർഫസ് സോളിഡ്. ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ് നോക്കുക. ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്. ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ പ്രത്യേകത ഇവിടെ എഴുതിയിട്ടുണ്ട്. അമോർഫസിൻ്റെ പ്രത്യേകതകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അമോർഫസ് ക്രിസ്റ്റലിനകത്ത് റെഗുലർ ജോമെട്രി ഉണ്ടായിരിക്കും. ഇവിടെ ഇറഗുലർ ജോമെട്രിയാണ്. ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്, ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇല്ല. കട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്ലീവേജ്, എൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിരിക്കും. ഒരു കൈയൊക്കെ തട്ടിയാൽ മുറിയുന്ന ടൈപ്പ് ഓഫ് എഡ്ജ് ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഒരു എഡ്ജ് ഉണ്ടാവുകയില്ല. ട്രൂ സോളിഡ് ആണെന്ന് ഇതിനെ വിളിക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ് നമുക്ക് ട്രൂ സോളിഡ് എന്ന് വിളിക്കാം. ഇവിടെ സീഡോ സോളിഡ് എന്നാണ് വിളിക്കുന്നത്. അനൈസോട്രോപ്പിക്, ഞാൻ ഐസോട്രോപ്പിക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അനൈസോട്രോപ്പിക് ആണ് ക്രിസ്റ്റലൈൻ, ഐസോട്രോപ്പിക് ആണ് അമോർഫസ്. ലോങ് റേഞ്ച് ഓർഡർ ആയിരിക്കും കാണിക്കുന്നത്, ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡിഫറൻസ് ആണുള്ളത്. ഡിഫറൻസിൽ പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ടൊരു 4 പോയിന്റെങ്കിലും പഠിക്കണം. എല്ലാ ഡിഫറൻസും നോക്കിയിരിക്കണം. കുറഞ്ഞത് 4 പോയിന്റെങ്കിലും പഠിക്കണം. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡിനെ നമ്മൾ വീണ്ടും 4ആയി തിരിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പ്രത്യേകതകളുള്ള സോളിഡാണ് ക്രിസ്റ്റലൈൻ സോളിഡ്. അത് വീണ്ടും 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മോളിക്കുലാർ സോളിഡ്, അയോണിക് സോളിഡ്, മെറ്റാലിക് സോളിഡ് ആൻഡ് കോവാലൻ്റ് സോളിഡ്. ശ്രദ്ധിക്കുക, ക്രിസ്റ്റലൈൻ സോളിഡ് വീണ്ടും 4ആയിട്ട് തിരിക്കുന്നു. പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു പോർഷനിലെങ്കിലും പാഠം മുമ്പോട്ട് പോകുമ്പോൾ നമ്മളതൊന്ന് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ് ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ക്ലാസിഫിക്കേഷൻ. നോക്കാം. മോളിക്കുലാർ സോളിഡ് വാക്കിൽ തന്നെ ഉണ്ട്. ഉറപ്പായിട്ടും ഈ ക്രിസ്റ്റലൈൻ സോളിഡിനകത്ത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ ആയിരിക്കും. അറിയാമല്ലോ, മോളിക്യൂൾ എന്ന് പറയുന്നത് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള സാധനം, ഒന്നിലധികം മാറ്റങ്ങൾ ചേർന്നതായിരിക്കും ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ടിപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സോളിഡ് ഞാൻ പറയാം. ഐസ് എന്ന് പറയുന്ന സോളിഡ്. ഐസ് ഒരു സോളിഡ് ആണെന്നുള്ളത് നമുക്കറിയാം. ഐസിൻ്റെ അകത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് H2O ആണ്. അപ്പോൾ ഇതൊരു മോളിക്യൂളാണ്. H2O എന്ന് പറയുന്നത് ഒരു മോളിക്യൂളാണ്. സ്വാഭാവികമായിട്ട് ഐസ് എന്ന് പറയുന്ന സോളിഡിനകത്തെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് H2O ആണ്. ആ H2O എന്ന് പറയുന്നത് ഒരു മോളിക്യൂളാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഐസിനെ ഏതിൽ ഉൾപ്പെടുത്തേണ്ടി വരും? ഐസിനെ നമ്മൾ മോളിക്കുലാർ സോളിഡ് ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. മോളിക്കുലാർ സോളിഡ് എന്ന് പറഞ്ഞാൽ അതിനകത്തെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ എപ്പോഴും ഒരു മോളിക്യൂളായിരിക്കും. താഴോട്ടുള്ളതും കൂടെ പറഞ്ഞിട്ട് മോളിക്കുലാർ സോളിഡിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാം. അടുത്തത് അയോണിക് സോളിഡ്. രണ്ടാമത്തെ ക്രിസ്റ്റലൈൻ സോളിഡിനകത്ത് രണ്ടാമത്തെ ടൈപ്പ് അയോണിക് സോളിഡ്. മൂന്നാമത്തത് മെറ്റാലിക് ആൻഡ് ഫോർത്ത് വൺ ഇസ് കോവാലൻ്റ് സോളിഡ്. എന്താണ് അയോണിക് സോളിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആ പേരിൽ തന്നെ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അയോൺസ് ആയിരിക്കും. ആ സോളിഡിനകത്തെ പാർട്ടിക്കിൾസ്, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അയോൺസ് ആയിരിക്കും. പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റുന്ന ഉദാഹരണം സോഡിയം ക്ലോറൈഡ് ഒരു ഉദാഹരണമാണ്. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ ടെക്സ്റ്റിനകത്ത് 4ാമത്തെ പടത്തിൽ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പോയി നോക്കിയാൽ സോഡിയം ക്ലോറൈഡിൻ്റെ ഒരു പടം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പടത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ ആ സോഡിയം ക്ലോറൈഡിൻ്റെ ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആ പുസ്തകത്തിൽ, ആ പടത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ Na+ അയോൺസും Cl- അയോൺസും ഉണ്ട്. അത് പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഈ ക്രിസ്റ്റലൈൻ സോളിഡിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ക്രിസ്റ്റലൈൻ സോളിഡിനകത്തെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സോഡിയം അയോൺസും ക്ലോറിൻ അയോൺസും. കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞാൽ അയോണിക് സോളിഡിനകത്തെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ ആനയോണും കാറ്റയോണും ആയിരിക്കും, അയോൺസ് ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയി പറഞ്ഞാൽ ആനയോണോ കാറ്റയോണോ ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സോളിഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? അയോണിക് സോളിഡ്. പേരിൽ തന്നെ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അയോൺസ് ആയിരിക്കും.
കുറച്ചുകൂടെ ക്ലിയർ ആയി പറഞ്ഞാൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആനിയോൺസും കാറ്റയോൺസും ആയിരിക്കും. ആൻഡ് തേർഡ് വൺ ഈസ് മെറ്റാലിക് സോളിഡ്. മെറ്റൽ ഒരു സോളിഡാണ്, എല്ലാ മെറ്റലും അല്ലെങ്കിൽ പോലും ബഹുഭൂരിപക്ഷം മെറ്റൽസും സോളിഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മെറ്റലിനകത്തെ ബോണ്ടിങ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്തെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ ഒരു ഘടനയും മറ്റു കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്നതുമായിട്ടൊന്നും മാച്ച് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ അല്ല. മെറ്റലിൻ്റെ കറക്റ്റായിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ സി മോഡൽ എന്ന് പറയുന്നൊരു ടൈപ്പ് ഓഫ് മോഡൽ നമ്മൾ നേരത്തെ പല ക്ലാസ്സുകളിലും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കേട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കറിയാം മെറ്റലിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ധാരാളമുണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് ഉള്ള എലമെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് മെറ്റൽ. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ധാരാളമുണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസ് ധാരാളമുള്ള ഒരു ഘടനയെ നമുക്ക് ഇലക്ട്രോൺ സി എന്ന് വിളിക്കാം. അപ്പോൾ ഇലക്ട്രോണുകളുടെ ഒരു കടൽ എന്നുള്ളിടത്ത് ഇലക്ട്രോൺ സി എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഇലക്ട്രോണുകളുടെ കടലിനിടയിൽ ഇലക്ട്രോണുകളുടെ സിയിൽ സ്വാഭാവികമായിട്ടും മെറ്റാലിക് അയോൺസ് കിടക്കും. മെറ്റാലിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് കിടക്കും. അപ്പോൾ മെറ്റാലിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ, ഉദാഹരണം അയൺ ആണെങ്കിൽ അയണിൻ്റെ Fe എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ഒരു ഇലക്ട്രോൺ സിക്കകത്ത് കിടക്കും. ആ രീതിയിൽ രൂപപ്പെടുന്ന സ്ട്രക്ചറിന് നമ്മൾ വിളിക്കുന്ന പേര് മെറ്റാലിക് സോളിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ മെറ്റാലിക് സോളിഡ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ, ഏതെങ്കിലും ഒരു മെറ്റൽ നമ്മൾ മനസ്സിൽ കാണുക, ആ മെറ്റലിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസിനാൽ രൂപപ്പെട്ട് കിടക്കുന്ന ഒരു ഇലക്ട്രോൺ സിയിൽ ആ മെറ്റാലിക് ആറ്റം കിടക്കുമ്പോൾ രൂപപ്പെടുന്ന ടൈപ്പ് ഓഫ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് മെറ്റാലിക് സോളിഡ്. നെക്സ്റ്റ് വൺ ഈസ് കോവാലൻ്റ് സോളിഡ്. കോവാലൻ്റ് സോളിഡ് മനസ്സിലാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഡയമണ്ടാണ്. ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കോവാലൻ്റ് സോളിഡ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും. ഡയമണ്ട് ഗ്രാഫൈറ്റ് നമ്മൾ ഫസ്റ്റ് ഇയറിലെ പി ബ്ലോക്കിൽ പഠിച്ച് ഡയമണ്ട് ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ ടെക്സ്റ്റിനകത്ത് ആ പടങ്ങളുണ്ട്. ആ പടത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു സോളിഡാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഈസ് എ ക്രിസ്റ്റലൈൻ സോളിഡാണ്. ഈ ക്രിസ്റ്റലൈൻ സോളിഡിൽ ഇതിൽ ഏത് ടൈപ്പിൽ വരും എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് നോക്കണം അതൊരു മോളിക്യൂളർ അല്ല. ഡയമണ്ടിനകത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ കാർബൺ ഒരു മോളിക്യൂൾ അല്ല. അയോണിക് സോളിഡിനകത്ത് വരത്തില്ല, അയോൺസ് ഇല്ല. മെറ്റാലിക് സോളിഡിനകത്ത് വരത്തില്ല. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഇലക്ട്രോൺ സിക്കകത്ത് മെറ്റലാറ്റം കിടക്കുന്ന ടൈപ്പ് ഓഫ് സ്ട്രക്ചർ അല്ല. ആൻഡ് സ്വാഭാവികമായിട്ടും അതൊരു കോവാലൻ്റ് സോളിഡാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. കാര്യം എന്താ? കാർബണാറ്റത്തിന് ചുറ്റിനും ടെട്രാഹെഡ്രൽ ജോമെട്രിയിൽ മറ്റ് 4 കാർബണാറ്റം നിൽക്കും. ഈ ഓരോ കാർബണാറ്റത്തിന് ചുറ്റിനും ടെട്രാഹെഡ്രൽ ജോമെട്രിയിൽ അടുത്ത കാർബണാറ്റങ്ങൾ നിൽക്കും. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ രൂപപ്പെട്ട് വരുമ്പം നമുക്ക് മനസ്സിലാവുന്ന കാര്യം കാർബൺ ആറ്റങ്ങളാണ് ഇതിനകത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ്. ആൻഡ് മോർ ഓവർ ആ കാർബൺ ആറ്റങ്ങളെ തമ്മിൽ ബൈൻഡ് ചെയ്തിരിക്കുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഒരു കോ വാലൻ്റ് ബോണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടൈപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡിനെ നമ്മൾ കോ വാലൻ്റ് സോളിഡ് എന്ന് വിളിക്കേണ്ടി വരും. അപ്പം ക്രിസ്റ്റലൈൻ സോളിഡ്, അമോർഫസ് സോളിഡ് എന്ന സോളിഡിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിൽ ക്രിസ്റ്റലൈൻ സോളിഡ് മാത്രം നമ്മളൊന്നും സ്പെസിഫൈ ചെയ്യുന്നു. ആ ക്രിസ്റ്റലൈൻ സോളിഡ് സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും 4 ടൈപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് ഉണ്ട്. മോളിക്കുലാർ സോളിഡ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആയിരിക്കും. അയോണിക് സോളിഡ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് കാറ്റയോൺസും ആനിയോൺസും ആയിരിക്കും. മെറ്റാലിക് സോളിഡ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റാലിക് ആറ്റംസ് അയോൺസ് കിടക്കുന്ന ഒരു ഇലക്ട്രോൺ സിക്കകത്തായിരിക്കും ഒരു മെറ്റാലിക് ബോണ്ട് ഫോം ചെയ്യും. ദ ടൈപ്പ് ഈ സോളിഡ് ഈസ് കോൾഡ് മെറ്റാലിക് സോളിഡ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കോവാലൻ്റ് സോളിഡ്. ആറ്റംസിനെ കോവാലൻ്റ് ബോണ്ട് വഴി ബൈൻഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണെങ്കിൽ നമ്മളതിനെ കോവാലൻ്റ് സോളിഡ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി ക്രിസ്റ്റലൈൻ സോളിഡ് 4 ടൈപ്പിൽ ആദ്യം പറഞ്ഞ മോളിക്കുലാർ സോളിഡ് കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ കഴിയും. മോളിക്കുലാർ സോളിഡിനെ വീണ്ടും 3ആയി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പോളാർ, നോൺ പോളാർ ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ്. സ്വാഭാവികമായിട്ട് പേര് കേൾക്കുമ്പോൾ തന്നെ മോളിക്കുലാർ സോളിഡ് എന്താണെന്ന് അറിയാവുന്ന ഒരാൾക്ക് ഇത് 3ഉം തനിയെ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഈ ടോപ്പിക്ക്, ഈ പോളാർ നോൺ പോളാർ എന്ന് പറയുന്ന ടോപ്പിക്ക് പല രീതിയിൽ പല സ്ഥലത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബോണ്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മോളിക്കുലാർ ക്രിസ്റ്റലൈൻ സോളിഡിനകത്തെ പോളാർ നോൺ പോളാറും പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ എന്താണ് ഒരു പോളാർ മോളിക്കുലാർ സോളിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പോളറൈസേഷൻ നടന്ന മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പറഞ്ഞിട്ടുണ്ട് ഡൈപോൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഒരു ഡൈപോൾ ഇൻട്രാക്ഷൻ ആയിരിക്കും അവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഒരു മോളിക്യൂളിനകത്ത് ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്
ക്രിസ്റ്റലൈൻ സോളിഡിനകത്തെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസിനെ പിടിച്ചെടുത്തിരിക്കുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓൾമോസ്റ്റ് ഒരു ഡൈപോൾ ആയിരിക്കും. കാര്യം എന്താ, അവിടെ മോളിക്യൂൾസിനിടയിൽ ഒരു പോളറൈസേഷൻ നടന്നിട്ട് ഒരു ഡൈപോൾ ഇൻട്രാക്ഷനിലൂടെ മോളിക്യൂൾസിനെ പിടിച്ചു നിർത്തിയാൽ ആ ടൈപ്പ് ഓഫ് മോളിക്യുലാർ സോൾഡ് നമുക്ക് പോളാർ മോളിക്യുലാർ സോൾഡ് എന്ന് വിളിക്കാം. അടുത്ത നോൺ പോളാർ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പറഞ്ഞ് ലണ്ടൻ ഫോഴ്സ് ഒന്ന് ഓർമ്മിച്ചിരുന്നാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് പോളറൈസേഷൻ നടന്നിട്ടില്ല, അല്ലാതുള്ളൊരു ഒരു വാണ്ടർവാൾ ഫോഴ്സ് പോലെയുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ചെറിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലൂടെ മോളിക്യൂളിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. അപ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനകത്ത് നമ്മൾ പറഞ്ഞ ലണ്ടൻ ഫോഴ്സ് പോലുള്ള ഒരു ബലത്തിലൂടെ ഈ പറയുന്ന മോളിക്യൂൾസിനെ പിടിച്ചു നിർത്തിയിരുന്നാൽ അങ്ങനെയുള്ള മോളിക്യുലാർ ക്രിസ്റ്റലൈൻ സോളിഡിനെ നമ്മൾ നോൺ പോളാർ എന്ന് വിളിക്കും. ലാസ്റ്റ് വൺ ഈസ് ഹൈഡ്രജൻ ബോണ്ടഡ്. ഞാൻ നേരത്തെ മോളിക്യുലാർ സോളിഡിന് വേണ്ടി പറഞ്ഞ ഉദാഹരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, വാട്ടറാണ്, ഐസാണ് ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ ഐസ് എന്ന് പറയുന്നത് ഒരു മോളിക്യുലാർ സോളിഡാണെന്നുള്ളത് സംശയമില്ല. കാര്യം മോളിക്യുലാർ സോളിഡ് എന്ന് പറയുമ്പോൾ ഒരു മോളിക്യൂൾ ആയിരിക്കും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. ഇവിടെ വാട്ടർ ഒരു മോളിക്യൂളാണ്, സ്വാഭാവികമായിട്ട് ഇതൊരു മോളിക്യുലാർ സോളിഡാണ്. ഇനി നിങ്ങൾ നോക്കേണ്ടത്, ഈ മോളിക്യുലാർ സോളിഡ് ആയിട്ടുള്ള ഐസിനകത്ത് വാട്ടർ മോളിക്യൂൾസിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏത്? വാട്ടർ മോളിക്യൂൾസിനെ പിടിച്ചെടുത്തിരിക്കുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഹൈഡ്രജൻ ആറ്റത്തിനും ഓക്സിജൻ ആറ്റത്തിനും ഇടയിൽ രൂപപ്പെടുന്ന ഒരു ഹൈഡ്രജൻ ബോണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ്, ക്രിസ്റ്റലൈൻ സോളിഡിനകത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ മോളിക്യൂൾ ആയിരിക്കുകയും ആ മോളിക്യൂൾസിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒരു ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കുകയും ചെയ്താൽ ആ ടൈപ്പ് ഓഫ് മോളിക്യുലാർ സോളിഡിനെ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലാർ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് വിളിക്കാം. അപ്പം ഇത്രയും പോർഷൻ ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഭാഗത്ത് അറിഞ്ഞിരിക്കണം. ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സോളിഡ് എന്താണെന്ന് പറഞ്ഞു, അമോർഫസ് പറഞ്ഞു, ക്രിസ്റ്റലൈൻ പറഞ്ഞു, അമോർഫസും ക്രിസ്റ്റലൈൻ തമ്മിൽ ഡിഫറൻസ് പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ടോപ്പിക് അവസാനിക്കുകയാണ്. പിന്നെ നമുക്ക് പറയേണ്ടത്, ഈ പാഠത്തിൽ ത്രൂ ഔട്ട് പറയേണ്ടത് ക്രിസ്റ്റലൈൻ സോളിഡിനെ കുറിച്ചാണ്. ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയണം. അപ്പോൾ അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ വിശദമായിട്ട് പറയാം.